നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പഴുതടയ്ക്കുക എന്നാൽ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. അപകടങ്ങൾ, ദുശ്ശീലങ്ങൾ എന്നിവയ്ക്ക് നമ്മെ തോൽപ്പിക്കാനാകാത്ത വിധം പഴുതടയ്ക്കുക. ശാന്തി, സമാധാനം, സൗഹൃദം എന്നിവയ്ക്ക് നേരെയുള്ള പഴുതുകൾ ഒരിക്കലും അടയ്ക്കാതിരിക്കുക. 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ജീവിച്ചിരുന്ന സന്യാസിയും ശാക്തേയ കവിയുമായിരുന്നു രാം പ്രസാദ്. കാളിദേവിയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ഭക്തിഗാനങ്ങൾ ശ്യാമസംഗീതം, രാം പ്രസാദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. അദ്ഭുത കീർത്തി വേണ്ടിൽ ആനന്ദ வாழ்க்கை വേണ്ടിൽ நற்பொருள் குமிதல் வேண்டில் நிலமெல்லாம் பெருக வேண்டில் அத்புத கீர்த்தி வேண்டில் ஆனந்த வாழ்க்கை வேண்டில் நற்பொருள் குமிதல் வேண்டில் நிலமெல்லாம் பெருக வேண்டில் கற்பகமூர்த்தி தெய்வக் களஞ்சியம் இருக்கை முன் சென்று பணிந்து பாரி, இருக்கை முன் சென்று பணிந்து பாரி. பொய்யில்லையே கண்ட உண்மை, பொய்யில்லையே பொய்யில்லையே கண்ட உண்மை, பொய்யில்லையே. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ. പ്രഭോ ഗണപതേ ഗണപതേ ഗണപതേ. சாந்து வணங்கி ஸ்துதி பாடி ஆடி உந்தன் சந்நிதி சரணடைந்தோமே. சாந்து வணங்கி ஸ்துதி பாடி ஆடி உந்தன் சந்நிதி சரணடைந்தோமே. சாந்த சித்த சௌபாகியங்கள் யாவையும், சாந்த சித்த சௌபாகியங்கள் யாவையும், சாந்த சித்த சௌபாகியங்கள் யாவையும், சாந்த சித்த சௌபாகியங்கள் யாவையும் தந்தருள் சத்குரு நீயே. தந்தருள் சத்குரு நீயே. தந்தருள் சத்குரு நீயே. பிரபோ கணபதே பரிபூரண வாழ்வருள்வாயே. பிரபோ கணபதே கணபதே கணபதே. ஆதிமூல கணநாத கஜானன அத்புத தவள ஸ்வரூப. ஆதிமூல கணநாத கஜானன அத்புத
സ്വരൂപ ആദിമൂലഗണനാഥ ഗജാനന അദ്ഭുത ധവള സ്വരൂപ ദേവദേവ ജയ വിജയ വിനായക ദേവദേവ ജയ വിജയ വിനായക ദേവദേവ ജയ വിജയ വിനായക ദേവദേവ ജയ വിജയ വിനായക ചിന്മയ പരശിവദീപ ചിന്മയ പരശിവദീപ ചിന്മയ പരശിവദീപ പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ പ്രഭോ ഗണപതേ 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 தேடி தேடி எங்கோ ஓடுகின்றால் உன்னை தேடி தேடி எங்கோ ஓடுகின்றால் உன்னை தேடி கண்டு கொன்றலாமே தேடி தேடி எங்கோ ஓடுகின்றால் உன்னை தேடி கண்டு கொன்றலாமே கோடி கோடி மதயானகள் பணி செய்ய 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 குன்றன விளங்கும் பொன்மானே குன்றன விளங்கும் பொன்மானே குன்றன விளங்கும் பொன்மானே பிரபோ கணபதே പരിപൂരണ വാഴ്വരുൾവായേ പ്രഭോ ഗണപതേ 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 ഗംഗം ഗണപതേ ഗണപതി ഗണപതി ഗജമുഖ ഗണപതേ ഗണപതി ഗണപതി നാട്യ ഗണപതേ ഗണപതി ഗണപതി നർത്തന ഗണപതേ ഗണപതി ഗണപതി പമ്പ ഗണപതേ ഗണപതി മലയൂർ ഗണപതേ ഗണപതി ഗണപതി കൊട്ടാരക്കര ഗണപതി ഗണപതി പഴവങ്ങാടി ഗണപതി ഗണപതി ഗംഗം ഗണപതേ ഓംകാരേശ്വര ഗണപതയേ ഗംഗം ഗണപതയേ 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 ഓംകാരേശ്വര ഗണപതയേ പുരാണങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി ഏറെ പരാമർശിച്ചു കാണുന്ന രണ്ട് ഋഷിമാരാണ് നരനാരായണന്മാർ. ഇവർ മഹാവിഷ്ണുവിൻ്റെ തന്നെ അംശാവതാരങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം. ഇന്നത്തെ കഥയമമയിൽ നരനാരായണന്മാരുടെ കഥകളാണ് വിശദമാക്കുന്നത്. കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിരവധിയായിട്ടുള്ള മഹാപുരുഷന്മാരുടെ പാദസ്പർശം ഉണ്ടായിട്ടുള്ള മണ്ണാണ് ഭാരതം. അതുതന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യവും. നമുക്ക് വലിയൊരു ഗുരുപരമ്പരയുണ്ട്. മഹാദേവനിൽ തുടങ്ങി ശങ്കര ഭഗവത്പാദർ, നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ ഉൾപ്പെടുന്ന വലിയൊരു ഗുരുപരമ്പര ഉള്ള ഒരു മഹാരാജ്യമാണ് ഭാരതം. അതിൽ തന്നെ പല മഹാപുരുഷന്മാരും ഭഗവാന്റെ അവതാരങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ നാരായണന്റെ അവതാര സങ്കല്പത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഋഷിമാരുടെ കഥയാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. നാരായണ ഋഷിയും നര ഋഷിയും, അല്ലെങ്കിൽ നരനാരായണന്മാരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. ആരാണ് നരനാരായണന്മാർ? ഉറപ്പായും അവർ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയായിരുന്നു. എങ്ങനെയാണ് അവരുടെ അവതാരം ഉണ്ടായതെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മമൂർത്തി ജനിച്ചു എന്നാണ് ധർമ്മദേവൻ. ആ ധർമ്മദേവൻ പ്രജാപതിയായിട്ടുള്ള ദക്ഷന്റെ മക്കളെ വിവാഹം കഴിച്ചു. അതിൽ മൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ രുചി എന്ന് പേരോട് കൂടിയിട്ടുള്ള രാജകുമാരിയിൽ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. ഒരാളുടെ പേര് ഹരി, രണ്ടാമത്തെ ആളുടെ പേര് കൃഷ്ണൻ, മൂന്നാമത്തെ ആളുടെ പേര് നരൻ, നാലാമത്തെ ആളുടെ പേര് നാരായണൻ. ഇങ്ങനെയായിരുന്നു 4 ഋഷിമാർ. ഈ 4 ആളുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ 2 പേരും ഇരട്ടകളാണ്. അവർക്ക് എപ്പോഴും യോഗാഭ്യാസങ്ങളോടായിരുന്നു താല്പര്യം. എന്നാൽ അവസാനത്തെ 2 പേരായിക്കോട്ടെ, അവർക്ക് എപ്പോഴും തപസ്സിനോടായിരുന്നു താല്പര്യം. ഇങ്ങനെ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ട് അവർ മാറി. എന്നാൽ 2 പേർക്കും പരസ്പരം
പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ആത്മബന്ധം ഇവർ തമ്മിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ ഈ നരനാരായണ ഋഷിമാരാണ് തപസ്സിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതകാലത്തിൽ വലിയൊരു വിഭാഗം സമയവും തപസ്സിനായിട്ട് ചെലവഴിച്ചത്. അവർ 1000 വർഷം ബദരാശ്രമത്തിൽ പോയി തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ വന്ന് അവരിങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ തപസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാളുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ദേവേന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തപസ് ചെയ്യുന്നത് കണ്ടാലും അയാൾക്ക് ഇന്ദ്രപദവി കിട്ടുമെന്നാണ് ഭയം. അപ്പം അതുകൊണ്ട് നരനാരായണ ഋഷിമാർ തപസ് ചെയ്യുന്ന കണ്ടപ്പോൾ ദേവേന്ദ്രന് തോന്നി ഇനിയിപ്പോൾ ഇവർ ഇന്ദ്രപദവി മോഹിച്ചുകൊണ്ടായിരിക്കുമോ തപസ് ചെയ്യുന്നതെന്ന്. അവരുടെ തപസ്സിനെ വിഘ്നം വരുത്താനായി കാമദേവനെയും വസന്തത്തെയും അപ്സരസുകളെയും നരനാരായണ ഋഷിമാരുടെ അടുത്തേക്ക് അയച്ചു ദേവേന്ദ്രൻ എന്നാണ് കഥയിൽ പറയുക. എന്നാൽ ദേഹാഭിമാനമില്ലാതിരുന്ന എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടായിരുന്ന ഭഗവാന്റെ സ്വരൂപം തന്നെ ആയിട്ടുണ്ടായിരുന്ന നരനാരായണ ഋഷിമാരുടെ തപസ്സിന് വിഘ്നം വരുത്താൻ ദേവേന്ദ്രൻ്റെ ഒരു സന്നാഹത്തിനും സാധിച്ചില്ല. അങ്ങനെ ആ സമയത്ത് നരനാരായണ ഋഷിമാർ ദേവേന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചാലൊന്നും ഞങ്ങളുടെ ഈ തപസ്സിനെ തടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങൾക്ക് ഇന്ദ്രപദവിയിൽ താല്പര്യവുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അത്രേ അദ്ദേഹം തൻ്റെ തപശക്തിയിൽ നിന്ന് ഉർവശിയെ ജനിപ്പിക്കുന്നതും അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം അത്രയധികം തപശക്തിയുള്ള ആളുകളായിരുന്നു നരനാരായണ ഋഷിമാർ. അവരിൽ നരനും നാരായണനും പല സമയത്തും വീണ്ടും അവതാരങ്ങൾ എടുത്തതായിട്ട് പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായി നമുക്കറിയാവുന്ന അവതാര സങ്കല്പങ്ങളാണ് സാക്ഷാൽ കൃഷ്ണനും അർജുനനും. അത് നാരായണ ഋഷിയുടെയും നരഋഷിയുടെയും അവതാരങ്ങളായിട്ടാണ് കൃഷ്ണാർജുനന്മാരെ കാണുന്നത്. നാരായണനായിട്ട് കൃഷ്ണനും അതുപോലെ തന്നെ നരനായിട്ട് അർജുനനും. എങ്ങനെയായിരുന്നു അവരുടെ പൂർവ്വജന്മത്തിൽ അതുപോലെ തന്നെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ദ്വാപരയുഗത്തിലും അവരുടെ ജീവിതം. എപ്പോഴും ഒരുമിച്ച് സദാസമയവും അവരുടെ പരസ്പരമുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു. എല്ലാ സമയത്തും എപ്പോഴും ഒരുമിച്ച് താമസിക്കാനും ഒപ്പം കഴിയാനും ഒരാൾക്ക് മറ്റൊരാൾ എത്രത്തോളം ജീവനാണോ ആ ഭാവത്തിൽ സങ്കല്പിക്കാനും രണ്ടുപേർക്കും സാധിച്ചു എന്നാണ്. അങ്ങനെ നരനാരായണന്മാർ തന്നെയാണ് കൃഷ്ണാർജുനന്മാരായിട്ട് ജനിച്ചത് എന്ന് ആദ്യം കൃഷ്ണാർജുനന്മാരോട് പറയുന്നത് അഗ്നിദേവനാണ്. ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന സമയത്ത് അഗ്നിദേവൻ പറയുന്നുണ്ട്, പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ അസുഖം മാറാൻ നരനാരായണ ഋഷിമാര് ദ്വാപരയുഗത്തിൽ നിങ്ങൾ രണ്ടുപേരുമായിട്ട് അവതരിക്കും. നിങ്ങളുടെ കൃപ കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പണ്ട് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അഗ്നിദേവൻ അനുസ്മരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ സന്താന ഗോപാലം കഥ പറയുന്ന സമയത്ത് ബ്രാഹ്മണന്റെ മരിച്ചുപോയ 10 കുട്ടികളെ വീണ്ടെടുക്കാനായി കൃഷ്ണനും അർജുനനും കൂടെ വൈകുണ്ഠത്തിൽ ഭഗവാൻ നാരായണനെ കാണാൻ പോകുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അവിടെ വെച്ച് നാരായണൻ കൃഷ്ണാർജുനന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളും ഞാനും തമ്മിൽ ഭേദഭാവമില്ല. എൻ്റെ അവതാരമായിട്ടുള്ള നരഋഷിയും നാരായണ ഋഷിയുമാണ് നിങ്ങൾ രണ്ടുപേരും. അന്ന് അവർ ധർമ്മം പുനഃസ്ഥാപിച്ചു, ഇന്ന് നിങ്ങൾ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്ന് നാരായണൻ കൃഷ്ണനോടും അർജുനോടും പറയുന്നതും നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അപ്പം നരഋഷിയും നാരായണ ഋഷിയും തന്നെയാണ് കൃഷ്ണാർജുനന്മാർ എന്ന് മനസ്സിലാക്കുക. സദാസമയവും അവരെ സ്മരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നത് ഭാരതത്തിലെ മുഴുവൻ ഋഷി പരമ്പരയെ തന്നെയാണ് എന്നാണ്. നരഋഷിയും നാരായണ ഋഷിയും ദൃഷ്ടാക്കളായിട്ടുള്ള മന്ത്രങ്ങൾ ഒരുപാട് നമ്മളുടെ മന്ത്രപാരമ്പര്യത്തിലുണ്ട്. അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾക്ക് പരിമിതിയില്ല. അവരിലൂടെ നമ്മൾക്കുണ്ടായിട്ടുള്ള ധർമ്മ സംരക്ഷണത്തിൻ്റെ പാരമ്പര്യം വളരെ വലുതാണ്. ഇങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും നരനാരായണന്മാർ എന്ന് പറയുന്നത് നമ്മളുടെ പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. അവരുടെ കേന്ദ്രമായിട്ടാണ് ബദരിയാശ്രമത്തെ നമ്മൾ കാണുന്നത്. കേദാർനാഥ് ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളുടെയും പിറവിക്ക് പിന്നിലും അവരുടെ ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ആ പാരമ്പര്യം ഇന്നും ഭാരതത്തിൽ സജീവമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ദിവ്യപുരുഷന്മാരായിട്ടുള്ള നരനെയും നാരായണനെയും നമുക്ക് നമ്മളിൽ തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ജാർഖണ്ഡിലെ ദുംക ജില്ലയിൽ ശിക്കാരി പാറയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ക്ഷേത്രങ്ങളാണ് മാലുതി തെറാക്കോട്ട ക്ഷേത്രങ്ങൾ. കളിമണ്ണിൽ തീർത്ത് ചുട്ടെടുത്ത ഈ ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ ആകർഷകമായ പുരാണ കഥാഖ്യാനം ശില്പരൂപത്തിൽ കാണാം.
ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് കാരിക്കോട് ഭഗവതി ക്ഷേത്രം. വന്ദിക്കുന്നവർക്ക് ആനന്ദമൂർത്തിയും നിന്ദിക്കുന്നവർക്ക് സംഹാരരുദ്രയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. ഭാരതീയ ദേവതാ സങ്കല്പങ്ങളിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് ഭദ്രകാളിക്കുള്ളത്. ദാരിക വധത്തിനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവൾ, ദക്ഷന്റെ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തതിൽ ക്രുദ്ധനായി തീർന്ന പരമശിവൻ ദക്ഷനോടുള്ള പ്രതികാരത്തിനായി തന്റെ ജഡ നിലത്തടിച്ച് സൃഷ്ടിച്ചവൾ എന്നൊക്കെയാണ് ഭദ്രകാളിയുടെ ജനനത്തെപ്പറ്റി പൊതുവായി വിശ്വസിക്കപ്പെട്ടു വരുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ളത്. ബ്രഹ്മാവിൽ നിന്നും വരസിദ്ധികൾ നേടിയ ദാരികാസുരനെ തോൽപ്പിക്കാൻ ബ്രഹ്മാവ്, വിഷ്ണു, സ്കന്ദൻ, ഇന്ദ്രൻ, യമൻ തുടങ്ങിയവർക്കൊന്നും തന്നെ കഴിയാതിരുന്ന അവസ്ഥയിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ലോക സംരക്ഷണാർത്ഥം തന്റെ തൃക്കണ്ണു തുറന്നു. അതിൽ നിന്നും അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടു കൂടിയ ഭദ്രകാളി ഉടലെടുത്തുവെന്നും ഈ കാളി ദാരികനെ നിഗ്രഹിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1200 വർഷത്തെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം വടക്കംകൂർ രാജാവ് പണികഴിപ്പിച്ചതാണ് എന്നാണ് വിശ്വാസം. വടക്കുംകൂർ രാജകുടുംബാംഗങ്ങൾ കുടുംബ പരദേവതയായി വച്ചാരാധിച്ചിരുന്ന ഭഗവതിയായിരുന്നു കാരിക്കോട് ഭഗവതി. മുൻപ് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നതിന് തെളിവത്രേ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന 2 നന്ദി പ്രതിഷ്ഠകൾ. കാരിക്കോട് ക്ഷേത്രത്തിൽ ദേവീ ചൈതന്യത്തോടൊപ്പം ശിവചൈതന്യവും ശക്തമായി കുടികൊള്ളുന്നുവെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിട്ടുള്ളതുമാണ്. വടക്കംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന കാരിക്കോട് ദേശം സമ്പന്നമായ ഒരു സംസ്കാരം പേറുന്ന സ്ഥലമത്രേ. കൊട്ടാരങ്ങളും കോട്ടക്കൊത്തളങ്ങളും സ്ഥിതി ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇന്നും ഈ പ്രദേശത്ത് അവശേഷിക്കുന്നു. രാജധാനിയും കോട്ടയും നാമാവശേഷമായെങ്കിലും ഭക്തജനങ്ങൾ കാവിലെത്തി ഇപ്പോഴും ആരാധന നടത്തിവരുന്നു. നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും കൂടാതെ മറ്റു പ്രതിഷ്ഠകളും നിത്യപൂജയ്ക്കുള്ള ക്ഷേത്രവും ചരിത്ര സത്യങ്ങളുടെ മായാത്ത സ്മരണകളായി ഇപ്പോഴും കോട്ടപ്പറമ്പിൽ നിലകൊള്ളുന്നു. 1752 വടക്കംകൂർ രാജാവ് സ്ഥാനഭ്രഷ്ടനായതോടുകൂടി തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലം വരെ ഈ ക്ഷേത്രം രാജഭരണത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെടുകയും അതിനുശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 8ാം ഉത്സവനാളിൽ രാജപ്രതിനിധിയുടെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ ഭഗവാനെ കോട്ടയ്ക്കകത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി കീഴ്മലൈനാട് രാജാവ് നിറപറയും കാണിക്കയും അർപ്പിച്ച് ആദരവോടെ എതിരേൽക്കുന്നത് പതിവായിരുന്നു. ദീപാരാധനയ്ക്ക് മുൻപ് കോട്ടയ്ക്കകത്തെത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഇറക്കി പൂജയും കഴിഞ്ഞ്
ഭദ്രകാളി ക്ഷേത്രത്തിൽ അത്താഴ പൂജയും കഴിഞ്ഞേ തിരിച്ചയക്കാറുള്ളൂ. ഈ എതിരേൽപ്പും എഴുന്നള്ളിപ്പും കീഴ്മലൈ രാജാവിൽ നിന്നും വടക്കൻകൂർ രാജാവും തുടർന്ന് തിരുവിതാംകൂർ സർക്കാരും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുറപ്രകാരം ആചരിച്ചു വരുന്നു. പരമുണ്ടോ ഒരു സുകൃതം. മുൻപ് കടയത്തൂർ കദളിക്കാട് കുടുംബത്തിലെ മുതിർന്ന കാരണവർക്ക് ദേവിയുടെ വെളിപാടുണ്ടാകുമായിരുന്നു. ഇതിനെ തുടർന്ന് വടക്കൻകൂർ രാജാവ് ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് കർമ്മം ഏൽപ്പിച്ചു കൊടുത്തു. അക്കാലത്ത് വെളിച്ചപ്പാട് ദേവിയുടെ വെളിപാടുള്ളതിനാൽ ഊരു ചുറ്റാൻ ഇറങ്ങിയിരുന്നുവത്രേ. ഭക്തർ ഭയഭക്തി ബഹുമാനത്തോടെയായിരുന്നു ഈ ഊരു ചുറ്റൽ വേളയിൽ വെളിച്ചപ്പാടിനെ സ്വീകരിച്ചിരുന്നത്. ഒരു നാൾ പൂമൂടാനിടയായിടി. അങ്ങനെയിരിക്കെ ഒരിക്കൽ പേട്ട റോഡിലൂടെ വെളിച്ചപ്പാട് വരുമ്പോൾ അവിശ്വാസികളായ ഏതാനും പേർ വാളുമായി കൊയ്യാനിറങ്ങിയതാണോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചുവെന്നും അതിന് വെളിച്ചപ്പാട് വിതയ്ക്കാനാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. മറുപടിയെ തുടർന്ന് വെളിച്ചപ്പാട് ക്ഷേത്രത്തിലേക്ക് പോവുകയും അധിക്ഷേപിച്ചവരുടെ കുടുംബങ്ങളിൽ ഉടൻ തന്നെ അനർത്ഥങ്ങൾ ഉണ്ടായി തുടങ്ങുകയും അവർ കൂട്ടമായി ക്ഷേത്രനടയിലെത്തി മാപ്പ് ചോദിച്ചുവെന്നുമാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് കാരിക്കോട് ഭഗവതി കുടികൊള്ളുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ അതേ ഭാവമാണ് ഇവിടുത്തെ ഭദ്രകാളിക്ക് എന്നാണ് സങ്കല്പം. അതീവ രൗദ്രഭാവത്തിലുള്ള കാരിക്കോടമ്മ ഭക്തർക്ക് ആശ്രിത വത്സലയാണ്. കാരിക്കോട് ക്ഷേത്രത്തിന്റെ സമീപത്തായി ക്ഷേത്രത്തിന്റെ കീഴേടം എന്ന നിലയിൽ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തു വരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കുടികൊള്ളുന്ന ഈ ഗണപതി ക്ഷേത്രമാണ് ഇതിൽ പ്രധാനം. നീണ്ടൊരു കാലം തപസിൽ മേവും. മുറപ്രകാരം നിത്യേന 3 പൂജയാണ് കാരിക്കോട് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ഇരിങ്ങാലക്കുട കാവനാട്ടില്ലത്തിനാണ് ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം. മുഖ്യ ദേവതയെ കൂടാതെ ഗണപതി, ദുർഗ, ശിവൻ, വിഷ്ണു എന്നിവർ ഉപദേവന്മാരായും കാരിക്കോട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. മൂടിടവേ തൃക്കൺ കൊണ്ടവ പൂവുകളാക്കി. കൂടാതെ ദേവിയുടെ കിങ്കരന്മാരിൽ പ്രധാനിയായ കണ്ടാകർണന്റെ പ്രതിഷ്ഠയും ഇവിടെ കുടികൊള്ളുന്നു. ചുറ്റമ്പലത്തിന് വെളിയിൽ വടക്കുഭാഗത്തായാണ് കണ്ടാകർണൻ കുടികൊള്ളുന്നത്. തിരുവോണം നാളിൽ കൊടിയേറി കാർത്തിക നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് കാരിക്കോട് ക്ഷേത്രത്തിലെ തിരുവുത്സവം. വളരെയധികം ചടങ്ങുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ ഉത്സവം നടത്തപ്പെടുന്നത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാന ചടങ്ങത്രേ രേവതി എതിരേൽപ്പ്. പേട്ട റോഡിൽ പുരാതനമായ വട്ടപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിന്റെ വാതിൽക്കൽ നിന്നും ദേവിയെ എഴുന്നള്ളിച്ച് രേവതി നാളിൽ എതിരേൽക്കുന്ന ചടങ്ങാണ് ഇത്. വർഷത്തിൽ ഈ ഒരു ദിനം മാത്രമാണ് ദേവി പേട്ട റോഡിലൂടെ എഴുന്നള്ളുന്നത്. മുൻപ് തന്റെ വെളിച്ചപ്പാടിനെ അപമാനിച്ചത് ഇവിടെ വച്ചായതിനാൽ മറ്റൊരു കാര്യത്തിനും ദേവി ഈ റോഡിലൂടെ എഴുന്നള്ളാറില്ല. ദാഹം തോന്നിയ നേരം ഹരനെയ്തുണ്ടായോരഴയിൽ. അശ്വതി നാളിലെ താലപ്പൊലി ഘോഷയാത്രയാണ് തിരുവുത്സവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചടങ്ങ്. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ കാരിക്കോട്ടമ്മയ്ക്ക് ധനധാന്യാദികളുമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദിനമാണ് അശ്വതി നാൾ. അശ്വതിയൂട്ട് എന്ന പേരിൽ ഈ ദിവസം ഇവിടെ അന്നദാനവും നടത്തിവരുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിൽ നടത്തിവരുന്ന ഗരുഡൻ തൂക്കം ക്ഷേത്രത്തിലെ ഒരു വിശേഷാൽ ചടങ്ങത്രേ. ഇടവെട്ടി, ചാലംകോട് എന്നീ കരകളിൽ നിന്നും തൂക്കച്ചാടിലാണ് ഗരുഡൻ തൂക്കം വരുന്നത്. കൂടാതെ വിവിധ ദേശങ്ങളിൽ നിന്നും ഒറ്റയ്ക്കുള്ള ഗരുഡൻ പർവ്വകളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കുംഭമാസത്തിലെ അശ്വതി നാളിൽ ഭഗവതിയെ തങ്ക അങ്കി ചാർത്തുന്ന ചടങ്ങ് നടന്നുവരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിവരുന്ന ഈ ചടങ്ങ് ദർശിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ദേവിയുടെ തിരുനടയിലെത്തുന്നു. ആശ്രിത വത്സലയായ അമ്മയെ പ്രകീർത്തിച്ച് പന്തൽ കെട്ടി പാട്ട് നടത്തുന്ന ചടങ്ങാണ് പന്തൽപ്പാട്ട്. ചാലംകോട് ഇടവെട്ടി കരക്കാരാൽ നടത്തപ്പെടുന്ന പന്തൽപ്പാട്ട് ദിവസം ഈ കരയിലെ ഭക്തജന സഹസ്രങ്ങൾ അമ്മയുടെ അരികിലെത്തി
അമ്മയുടെ പ്രസാദമായ ഉച്ചയൂണ് കഴിച്ചാണ് മടങ്ങുന്നത്. അർത്ഥവും നൽകും അഭയം വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ദേശഗുരുതി നാടിന്റെ ഐശ്വര്യത്തിനായി നടത്തുന്ന ഒരു ചടങ്ങത്രേ. ഗുരുതി സമർപ്പിച്ച് ദേവിയെയും ഭൂതഗണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണത്രേ ഇത്. വർഷത്തിൽ എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും നടത്തിവരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം. രാജഭരണകാലത്ത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഓരോ ദിനവും ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളാണ് നടത്തിവരുന്നത്. ഗവൺമെന്റ് ഓർഡർ പ്രകാരം കളക്ടർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിലെത്തി പണക്കിഴി സമർപ്പിക്കുന്ന ചടങ്ങ് 1970 വരെ നിലനിന്നിരുന്നു. ഉത്സവകാലത്തെ അശ്വതി നാളിൽ ആചാരപരമായി നടത്തിവരുന്ന ഒരു ചടങ്ങത്രേ അശ്വതി വിളക്ക്. ഇതിനുശേഷം ദേവിയെ ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇളം കാവിലേക്ക് കൊണ്ടുപോകുന്നു. ഭരണി നാളിൽ ദേവി ഇവിടെയാണത്രേ കുടികൊള്ളുന്നത്. ഭരണി നാളിൽ എത്തുന്ന ഗരുഡൻ തൂക്കങ്ങൾ ചൂണ്ട കുത്തുക എന്ന ചടങ്ങ് ഇളം കാവിലാണ് നടത്തിവരുന്നത്. കാർത്തിക നാളിൽ ആറാട്ട് കഴിഞ്ഞാണ് ദേവി ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചേരുന്നത്. അശ്വതി നാൾ രാത്രി അശ്വതി വിളക്കിന് ശേഷം കോട്ട കത്തിക്കൽ എന്ന ഒരു ചടങ്ങും കാരിക്കോട് ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ഇല്ലിമുളക കൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കോട്ടയിൽ വെടിമരുന്ന് നിറച്ച് കത്തിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ട കത്തിക്കൽ. തിരുവിതാംകൂറിന്റെ ആക്രമണത്തിൽ പരാജയപ്പെട്ട വടക്കൻകൂർ രാജാവ് തന്റെ കോട്ടയും മറ്റും തീയിട്ട് നശിപ്പിച്ചതിനു ശേഷം പലായനം ചെയ്തതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ട കത്തിക്കൽ. എല്ലാം മറന്നു മുന്നിൽ തിരുവുത്സവത്തെ കൂടാതെ നവരാത്രി ആഘോഷവും കാരിക്കോട് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വിശേഷ അവസരമാണ്. വയ്യല്ലോ മാമന് തന്നെ ദർശിക്കാനെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് ഒരു ദേശത്തിന്റെ മുഴുവൻ സംരക്ഷകയായി വിളങ്ങുകയാണ് വിശ്വസിക്കും ഭക്തരെ രക്ഷിക്കുന്ന ഭദ്രകാളി മഹേശ്വരിയായ കാരിക്കോട്ടമ്മ. കള്ളവും ചതിയുമെല്ലാം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. പുരാണങ്ങളിൽ പോലും അത്തരം സന്ദർഭങ്ങൾ ധാരാളം കാണാം. എന്നാൽ അത് സൂക്ഷ്മതയോടെ പഠിച്ചാൽ ഇവയുണ്ടാകുന്ന സാഹചര്യവും പ്രതിരോധ മാർഗങ്ങളുമെല്ലാം അതിൽ കാണാം. പുരാണങ്ങൾ വെറും വായനയ്ക്കുള്ളതല്ല. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.